സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഒരു പ്രധാന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, നികുതി നിർണയം അഥവാ ടാക്സേഷൻ. അതിൽ തന്നെ IAS 12 ഇൻകം ടാക്സസ്. ഇത് പലപ്പോഴും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്, അല്ലേ? അതെ അതെ ശരിയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ കറന്റ് ടാക്സ് എന്താണ്, പിന്നെ കുറച്ചുകൂടി ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഡിഫേർഡ് ടാക്സ് എന്താണ്, ഇത് രണ്ടും ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കിങ്ങനെ ആലോചിക്കാം അല്ലേ? രണ്ട് സെറ്റ് ബുക്കുണ്ട്. ഒന്ന് അക്കൗണ്ടിംഗ് റൂള് വെച്ചിട്ടുള്ളത്, മറ്റേത് ടാക്സ് റൂള് വെച്ചിട്ടുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡേർഡാണ്. കാരണം ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ അതിന്റെ ടാക്സ് എഫക്ട്സ് മുഴുവനായിട്ട് അതിൽ വരണം. അത് ഈ വർഷം കൊടുക്കാനുള്ള ടാക്സ് ആയാലും ശരി, ഭാവിയിൽ വരാൻ പോകുന്ന ടാക്സ് ബാധ്യതയോ അല്ലെങ്കിൽ ഒരു ആനുകൂല്യമോ ആയാലും. IAS 12 ഇത് രണ്ടും, അതായത് കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, മെഷർ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം താരതമ്യേന കുറച്ചുകൂടി എളുപ്പമുള്ള കറന്റ് ടാക്സിൽ നിന്ന് തുടങ്ങാം. എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കറന്റ് ടാക്സ്? കറന്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പിട്ട റിപ്പോർട്ടിംഗ് പീരീഡിൽ, അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ടാക്സ് അതോറിറ്റിക്ക് നമ്മൾ അടയ്ക്കേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടാവുന്ന ആ നികുതിയാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷത്തെ ടാക്സബിൾ പ്രോഫിറ്റ് വെച്ചിട്ടാണ്. ശ്രദ്ധിക്കണം, ഇത് അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് അല്ല, രാജ്യത്തെ ടാക്സ് നിയമങ്ങൾ അനുസരിച്ചുള്ള ലാഭം. സാധാരണയായി ഇത് വർഷാവസാനം നമ്മൾ കൊടുക്കാനുള്ള ഒരു തുകയായതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ SFPയിൽ ഒരു ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുക, കറന്റ് ടാക്സ് ലയബിലിറ്റി. ഇനി ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ടാക്സ് മുൻകൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇത് അസറ്റായും വരാം, കറന്റ് ടാക്സ് അസറ്റ്. ഓക്കെ, ഇതിന്റെ അക്കൗണ്ടിംഗ് എൻട്രി താരതമ്യേന സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് തോന്നുന്നു. PLൽ ഇൻകം ടാക്സ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക, SFPയിൽ ഇൻകം ടാക്സ് പേയബിൾ ക്രെഡിറ്റ് ചെയ്യുക. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആകുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കുകൂട്ടലിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലാണ്. ഈ അണ്ടർ പ്രൊവിഷൻ, ഓവർ പ്രൊവിഷൻ എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ് വരുന്നത്? അത് വളരെ സാധാരണമാണ്. കാരണം നമ്മൾ ഈ വർഷാവസാനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുമ്പോൾ കണക്കാക്കുന്ന ടാക്സ് അതൊരു എസ്റ്റിമേറ്റ് ആയിരിക്കും മിക്കപ്പോഴും. യഥാർത്ഥ ടാക്സ് ലയബിലിറ്റി ചിലപ്പോൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഒഥോറിറ്റിയുമായിട്ടൊരു എഗ്രിമെന്റ് ആകുമ്പോഴേക്കും ഈ കണക്കിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം. അപ്പോ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ കുറച്ചാണ് കണക്കാക്കിയതെങ്കിൽ അണ്ടർ പ്രൊവിഷൻ, അല്ലെങ്കിൽ കൂടുതലാണ് കണക്കാക്കിയതെങ്കിൽ ഓവർ പ്രൊവിഷൻ, ആ വ്യത്യാസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ വർഷത്തെ PLലെ ടാക്സ് ചാർജിലാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ കണക്ക് പോയി മാറ്റുകയല്ല ചെയ്യുന്നത്. അല്ല, ഈ വർഷത്തെ എക്സ്പെൻസിനെ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതെ അതെ, ഈ വർഷത്തെ ടാക്സ് എക്സ്പെൻസിൽ ആ വ്യത്യാസം കാണിക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഒരു 10,000 രൂപ കുറച്ചാണ് നമ്മൾ കണക്കാക്കിയത്, അണ്ടർ പ്രൊവിഷൻ. അപ്പോൾ ഈ വർഷത്തെ ടാക്സ് എക്സ്പെൻസ് 10,000 കൂടുമോ? അതെ, കൃത്യമായി. ആ 10,000 ഈ വർഷത്തെ PLL ടാക്സ് ചാർജിനോട് കൂട്ടണം. അപ്പോൾ ഈ വർഷത്തെ ടോട്ടൽ ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ വർഷത്തെ കറന്റ് ടാക്സ് പ്ലസ് കഴിഞ്ഞ വർഷത്തെ ആ കുറവ്. ഇനി നേരെ മറിച്ച് കഴിഞ്ഞ വർഷം ഒരു 5,000 കൂടുതൽ കണക്കാക്കിയിരുന്നു, ഓവർ പ്രൊവിഷൻ. അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ ഈ വർഷത്തെ ടാക്സ് ചാർജിൽ നിന്ന് ആ 5,000 കുറയ്ക്കണം. എക്സാക്ട്ലി. അപ്പോ ഈ വർഷത്തെ ലാഭത്തിനെ അത് നേരിട്ട് ബാധിക്കും. ശരി, നമുക്ക് ആ ഇലിസ്ട്രേഷൻ 1 നോക്കാം. സിമ്പിൾ കമ്പനി 2008 180,000 ആണ് ടാക്സ് എസ്റ്റിമേറ്റ് ചെയ്തത്. പക്ഷേ 2007 എസ്റ്റിമേറ്റ് ചെയ്തത് 1,50,000 ആയിരുന്നു. പക്ഷേ ശരിക്കും വന്നത് 1,65,000 ആണ്. അപ്പോൾ 2008 PLൽ എത്ര ടാക്സ് കാണിക്കണം? ഓക്കെ, ഇവിടെ 2007 അവര് 15,000 കുറച്ചാണ് കണക്കാക്കിയത്, അല്ലേ? 1,65,000 വരേണ്ടടുത്ത് 1,50,000. ഇതൊരു അണ്ടർ പ്രൊവിഷനാണ്. അപ്പോ 2008 PLൽ കാണിക്കേണ്ട ടോട്ടൽ ടാക്സ് ചാർജ് ഈക്വൽ ടു 2008 എസ്റ്റിമേറ്റ് 1,80,000 പ്ലസ് 2007 ഈ അണ്ടർ പ്രൊവിഷൻ 15,000, അതായത് 1,95,000 rupees. ഓക്കെ, ഇനി മറ്റേ സിനാരിയോ. 2017 ശരിക്കും ടാക്സ് വന്നത് 1,40,000 ആയിരുന്നെങ്കിലോ? അപ്പോൾ അവര് 10,000 രൂപ കൂടുതൽ കണക്കാക്കി.
1,50,000 എസ്റ്റിമേറ്റ്, 1,40,000 ആക്ച്വൽ. ഇതൊരു ഓവർ പ്രൊവിഷൻ. അതെ. ഈ കേസിൽ 2018 ടാക്സ് ചാർജ് = 2018 എസ്റ്റിമേറ്റ് 1,80,000, 2017 ഓവർ പ്രൊവിഷൻ 10,000 രൂപ. ഇതായിരിക്കും PL വരിക. ഓക്കെ, അത് ക്ലിയറായി. അപ്പോൾ കറന്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ ടാക്സും പഴയ അഡ്ജസ്റ്റ്മെന്റും. പക്ഷേ ഈ അക്കൗണ്ടിംഗ് രീതികളും ടാക്സ് നിയമങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് ചില ടാക്സ് ഇമ്പാക്ട്സ് ഭാവിയിലേക്ക് പോകുമല്ലോ. അതാണ് നമ്മളെ ഈ ഡെഫേർഡ് ടാക്സ് എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലേ? ഇതാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗം. എന്താണ് ഇതിന്റെ ആവശ്യം? വളരെ ശരിയാണ്. ഡെഫേർഡ് ടാക്സിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം അതുതന്നെയാണ്. നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത് IFRS അല്ലെങ്കിൽ IAS പോലുള്ള സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ്. അതുപ്രകാരം കിട്ടുന്ന ലാഭം, അതായത് അക്കൗണ്ടിംഗ് പ്രോഫിറ്റ്. എന്നാൽ ടാക്സ് കൊടുക്കുന്നത് ആ രാജ്യത്തെ ടാക്സ് നിയമങ്ങളനുസരിച്ചുള്ള ലാഭത്തിനാണ്. അതാണ് ടാക്സബിൾ പ്രോഫിറ്റ്. ഇത് രണ്ടും പലപ്പോഴും ഒന്നായിരിക്കില്ല. ഈ വ്യത്യാസം കാരണം നമ്മൾ അക്കൗണ്ടിംഗ് ലാഭം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആ വർഷത്തെ കറന്റ് ടാക്സ് മാത്രം കാണിച്ചാൽ അതൊരു മാച്ചിങ് ആവില്ല. ഒരു പൊരുത്തക്കേടുണ്ടാകും. ഡിഫേർഡ് ടാക്സ് ഈ പൊരുത്തക്കേട് പരിഹരിക്കാനുള്ള ഒരു ടൂളാണ്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മളിപ്പോ അക്കൗണ്ടിൽ കാണിക്കുന്ന ചില ട്രാൻസാക്ഷൻസിന്റെ ഭാവിയിലെ ടാക്സ് ഇഫക്ട്സ് അതിനെ ഇപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ്. ഈ വ്യത്യാസങ്ങൾക്ക് ഉദാഹരണം പറയാമോ? ഇന്ററിം ഡിപ്രീസിയേഷൻ ഒരു കോമൺ എക്സാമ്പിൾ ആണല്ലോ. അതെ, ഡിപ്രീസിയേഷൻ നല്ലൊരു ഉദാഹരണമാണ്. ഇപ്പോ നമ്മളൊരു മെഷീൻ വാങ്ങി. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചിലപ്പോൾ അതിന്റെ കോസ്റ്റ് അതിന്റെ യൂസ്ഫുൾ ലൈഫിൽ ഒരു 5 വർഷം എന്ന് വെക്കുക ഈക്വലായിട്ട് വീതിക്കും. സ്ട്രേറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ. വർഷം 1,00,000 വെച്ച് 5 കൊല്ലം. അതെ. അപ്പോൾ വർഷം 1,00,000 എക്സ്പെൻസ്. പക്ഷേ ടാക്സ് നിയമം ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ആദ്യത്തെ വർഷങ്ങളിൽ കൂടുതൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സമ്മതിച്ചേക്കാം. ആക്സിലറേറ്റഡ് ഡിപ്രീസിയേഷൻ. ഒരുപക്ഷെ ടാക്സിന് വേണ്ടി ആദ്യ വർഷം 2,00,000 കുറയ്ക്കാൻ പറ്റിയെന്ന് കരുതുക. അപ്പോൾ എന്താ സംഭവിച്ചത്? അക്കൗണ്ടിംഗ് ലാഭം നോക്കുമ്പോൾ 1,00,000 കുറഞ്ഞുള്ളൂ. പക്ഷെ ടാക്സ് ലാഭം നോക്കുമ്പോൾ 2,00,000 കുറഞ്ഞു. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് കുറഞ്ഞു, ആ വർഷത്തെ ടാക്സും കുറഞ്ഞു. അതെ. പക്ഷെ ഇത് താൽക്കാലികമാണ്. കാരണം പിന്നീടുള്ള വർഷങ്ങളിൽ അക്കൗണ്ടിംഗ് ഡിപ്രീസിയേഷൻ 1,00,000 രൂപ ടാക്സ് ഡിപ്രീസിയേഷനേക്കാളും ഒരുപക്ഷെ കുറവായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് കൂടും, ടാക്സും കൂടും. ഈ വ്യത്യാസം വരുന്ന സമയത്തിലാണ് കാര്യം. ഒരു ടൈമിംഗ് ഡിഫറൻസ്. ഇതാണ് ഡിഫേർഡ് ടാക്സിലേക്ക് നയിക്കുന്നത്. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഒന്നാണെങ്കിലും അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈമിംഗ് മാറുന്നു. അപ്പോൾ ഈ വ്യത്യാസങ്ങളെയാണോ ടെമ്പററി ഡിഫറൻസസ് അഥവാ താൽക്കാലിക വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്? എന്താണത് കൃത്യമായി? ടെമ്പററി ഡിഫറൻസ് അത് IAS 12 ഒരു കീ ടേമാണ്. ഒരു അസറ്റിന്റെയോ ലൈബിലിറ്റിയുടെയോ നമ്മുടെ ബുക്സിലുള്ള വാല്യൂ, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലെ ക്യാരിയിങ് എമൗണ്ട്, അതും ടാക്സ് നിയമപ്രകാരം ആ അസറ്റിനോ ലൈബിലിറ്റിക്കോ ഉള്ള വാല്യൂ, അതായത് ടാക്സ് ബേസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ടെമ്പററി ഡിഫറൻസ്. നേരത്തെ പറഞ്ഞ ഡിപ്രിസിയേഷന്റെ കേസിൽ ആ മെഷീന്റെ ലൈഫ് കഴിയുമ്പോൾ ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസും ഒരുപോലെ 0 ആകും. അപ്പോൾ ആ വ്യത്യാസമില്ലാതായി. എല്ലാ വ്യത്യാസങ്ങളും ഇങ്ങനെ ടെമ്പററി ആണോ? അതോ ഒരിക്കലും റിവേഴ്സ് ചെയ്യാത്ത വ്യത്യാസങ്ങളുമുണ്ടോ? ഈ പെർമനന്റ് ഡിഫറൻസസ് നാം കേട്ടിട്ടുണ്ടല്ലോ. നല്ല ചോദ്യം. ഇല്ല, എല്ലാം ടെമ്പററി അല്ല. പെർമനന്റ് ഡിഫറൻസസ് അഥവാ സ്ഥിരമായ വ്യത്യാസങ്ങളുമുണ്ട്. ഇതും അക്കൗണ്ടിംഗ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ ഇതൊരിക്കലും റിവേഴ്സ് ചെയ്യില്ല. കാലക്രമേണ അതില്ലാതാവില്ല. ഉദാഹരണത്തിന്, ഇപ്പോ കമ്പനിക്ക് എന്തെങ്കിലും ഫൈൻ അടക്കേണ്ടി വന്നു എന്നിരിക്കട്ടെ, പെനാൽറ്റി. അത് നമ്മൾ അക്കൗണ്ട്സിലൊരു എക്സ്പെൻസായി കാണിക്കും. ലാഭം കുറയും. പക്ഷേ മിക്ക ടാക്സ് നിയമങ്ങളും ഈ ഫൈൻ ടാക്സ് ലാഭം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറയ്ക്കാൻ സമ്മതിക്കില്ല. അതൊരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് അല്ല. ഓക്കേ. ഇതൊരു പെർമനന്റ് ഡിഫറൻസ് ആണ്. അതുപോലെ ചില ഇൻകം ചിലപ്പോൾ ടാക്സ് ഫ്രീ ആയിരിക്കും. അക്കൗണ്ടിങ്ങിൽ ഇൻകമായി കാണിച്ചാലും ടാക്സ് കൊടുക്കേണ്ട. അതും പെർമനന്റ് ആണ്. ഈ പെർമനന്റ് ഡിഫറൻസസ് ഡിഫേർഡ് ടാക്സിന് കാരണമാകുന്നില്ല. അത് ഓർത്തുവെക്കണം. ശരി. അപ്പോൾ ഡെഫേർഡ് ടാക്സ് വരുന്നത് ടെമ്പററി ഡിഫറൻസിൽ നിന്ന് മാത്രമാണ്. അതെ. ഇവിടെ നമ്മൾ എന്തിനാണ് ഈ ഡെഫേർഡ് ടാക്സ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുകൂടി ആലോചിക്കണം.
ഇത് വെറുതെ ഒരു റൂൾ ഫോളോ ചെയ്യൽ മാത്രമല്ല. ഇത് ചെയ്തില്ലെങ്കിൽ ഒരു കമ്പനിയുടെ ലാഭം ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിക്കാം. ആദ്യത്തെ വർഷങ്ങളിൽ ടാക്സ് കുറവായതുകൊണ്ട് ലാഭം കൂടുതൽ കാണിക്കുന്നു. അത് കണ്ട് കൂടുതൽ ഡിവിഡൻഡൊക്കെ കൊടുത്താൽ പിന്നീട് ടാക്സ് കൂടുമ്പോൾ കമ്പനിക്ക് ബുദ്ധിമുട്ടാവാം. ശരിയാണ്. അപ്പോൾ ഡെഫേർഡ് ടാക്സ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ ആ ഭാവിയിൽ വരാനിരിക്കുന്ന ടാക്സ് ഇമ്പാക്റ്റിനെ നമ്മൾ ഇപ്പോഴേ തിരിച്ചറിയുന്നു. അത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നവർക്ക്, ഇൻവെസ്റ്റേഴ്സിന്, ലെൻഡേഴ്സിനൊക്കെ കമ്പനിയുടെ ഒരു ട്രൂ പെർഫോമൻസിനെക്കുറിച്ചും പൊസിഷനെക്കുറിച്ചും നല്ല ഐഡിയ കൊടുക്കും. ഓക്കെ. അപ്പോ ഈ ടെമ്പററി ഡിഫറൻസ് കാരണം ഭാവിയിൽ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും എന്നാണ് കാണുന്നതെങ്കിൽ അതിനൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതാണോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, DTL? അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അഥവാ DTL ഉണ്ടാകുന്നത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസസ് TTDs ഉള്ളപ്പോഴാണ്. അതായത് ഭാവിയിൽ ടാക്സബിൾ എമൗണ്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങൾ. ഇത് സാധാരണയായി എപ്പോഴാണ് സംഭവിക്കുന്നതെന്നുവെച്ചാൽ, ഒന്ന്, ഒരു അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് CA അതിന്റെ ടാക്സ് ബേസിനേക്കാൾ TB കൂടുതലാകുമ്പോൾ. കാരണം അക്കൗണ്ടിംഗ് വാല്യൂ കൂടുതൽ കാണിച്ചാൽ ഭാവിയിൽ ആസറ്റ് വഴി കിട്ടുന്ന ബെനിഫിറ്റ്, ഉപയോഗം അല്ലെങ്കിൽ വിൽപ്പന ടാക്സിന് വിധേയമാകുമ്പോൾ ടാക്സ് ബേസ് കുറവായതുകൊണ്ട് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടിവരും. രണ്ട്, ഒരു ലയബിലിറ്റിയുടെ ക്യാരിയിങ് എമൗണ്ട് CA അതിന്റെ ടാക്സ് ബേസിനേക്കാൾ TB കുറവായിരിക്കുമ്പോൾ. IAS 12 പ്രകാരം എല്ലാ TTDക്കും DTL റെക്കോർഡ് ചെയ്യണോ? IAS 12 പറയുന്നത് വളരെ കുറച്ച് എക്സെപ്ഷൻസ് ഒഴികെ ബാക്കി എല്ലാ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിനും DTL ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ടെമ്പററി ഡിഫറൻസിന്റെ എമൗണ്ടിനെ ഭാവിയിൽ ആ ഡിഫറൻസ് റിവേഴ്സ് ചെയ്യുമ്പോഴുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ടാക്സ് റേറ്റ് വെച്ച് ഗുണിച്ചിട്ടാണ്. അതായത് DTL = TTD × ടാക്സ് റേറ്റ്. ഒരു കാര്യം ഓർക്കണം, ഈ കിട്ടുന്ന DTL എമൗണ്ടിനെ ഡിസ്കൗണ്ട് ചെയ്യാൻ പാടില്ല. പ്രസന്റ് വാല്യൂയിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അസറ്റ് റീവാലുവേഷൻ ചെയ്യുമ്പോൾ DTL വരുമെന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഒരു കമ്പനി അവരുടെ ഒരു ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് റീവാല്യൂ ചെയ്തു എന്ന് വെക്കുക. അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂയിലേക്ക്, ഫെയർ വാല്യൂയിലേക്ക് അക്കൗണ്ട്സിൽ കൊണ്ടുവന്നു. അപ്പോ ക്യാരിയിങ് എമൗണ്ട് കൂടും. അതെ. ഉദാഹരണത്തിന് $65,000 വാങ്ങിയ ലാൻഡ് $85,000 റീവാല്യൂ ചെയ്തു. അപ്പോൾ CA 80,000 പക്ഷേ ടാക്സ് അതോറിറ്റി സാധാരണ ഈ റീവാലുവേഷൻ ഗെയിൻ അപ്പോൾ തന്നെ അംഗീകരിക്കില്ല. അവര് പഴയ കോസ്റ്റ് തന്നെ നോക്കും. അതെ. ടാക്സിനു വേണ്ടി അതിന്റെ ബേസ്, അതായത് ടാക്സ് ബേസ്, ആ ഒറിജിനൽ കോസ്റ്റ് 65,000 തന്നെയായിരിക്കും. ഇവിടെ നോക്കൂ, ക്യാരിയിങ് എമൗണ്ട് 80,000, ടാക്സ് ബേസിനേക്കാൾ 65,000 കൂടുതലാണ്. ഈ വ്യത്യാസം $15,000. ഇതൊരു TTD ആണ്. കാരണം ഭാവിയിൽ ഈ ലാൻഡ് വിൽക്കുമ്പോൾ ഒരു 80,000 അതിൽ കൂടുതലോ കിട്ടിയാൽ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ചിലപ്പോൾ 0 ആയിരിക്കാം. 80K. പക്ഷേ ടാക്സബിൾ പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ് 65,000 കൂടുതലായിരിക്കും. 15,000-ന് ടാക്സ് കൊടുക്കേണ്ടി വരും. അതെ, ഭാവിയിൽ അതിന് ടാക്സ് വരും. അതുകൊണ്ട് ഒരു DTL ഉണ്ടാകുന്നു. ടാക്സ് റേറ്റ് 25% ആണെങ്കിൽ DTL = $15,000 × 25% = $3,750. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ DTL സാധാരണയായി PL-ലേക്കല്ല പോകുന്നത്. ഈ റീവാലുവേഷൻ ഗെയിൻ നമ്മൾ എവിടെയാണോ കാണിക്കുന്നത്, അതായത് അതർ കോംപ്രിഹെൻസീവ് ഇൻകം OCI-യിൽ, അവിടെ തന്നെയാണ് ഈ DTL-ഉം സാധാരണയായി ഡെബിറ്റ് ചെയ്യുന്നത്. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 2-ലെ സിമോൺ കമ്പനി ഉദാഹരണം ഇത് കാണിക്കുന്നുണ്ട്. അതെ. അപ്പോ അസറ്റ് കൂടിയെന്ന് കാണിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെയുള്ള ഭാവിയിലെ ടാക്സ് ഭാരവും കാണിക്കുന്നു. അതാണ് അതിലെ ലോജിക്. ഓക്കെ. അപ്പോൾ ഭാവിയിൽ കൂടുതൽ ടാക്സ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ DTL. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ്, ഭാവിയിൽ ടാക്സ് കുറയാനാണ് സാധ്യതയെങ്കിൽ അതിനെ ഡിഫേർഡ് ടാക്സ് അസറ്റ്, DTA എന്ന് വിളിക്കാൻ പറ്റൂ. DTA അഥവാ ഡിഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ടാകുന്നത് പ്രധാനമായും 2 കേസുകളിലാണ്. ഒന്ന്, ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസസ് DTDs ഉള്ളപ്പോൾ, അതായത് ഭാവിയിൽ ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്ന എമൗണ്ട്സ് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ. അതെപ്പോഴാ സംഭവിക്കുക? സാധാരണയായി ഒരു അസറ്റിന്റെ ക്യാരിയിങ് എമൗണ്ട് CA
അതിന്റെ ടാക്സ് ബേസിനേക്കാൾ കുറവായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റിയുടെ ക്യാരിയിങ് എമൗണ്ട് CA അതിന്റെ ടാക്സ് ബേസിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ. രണ്ടാമത്തെ കേസ്. 2. മുൻ വർഷങ്ങളിലെ ഉപയോഗിക്കാത്ത ടാക്സ് ലോസസ്, അൺയൂസ്ഡ് ടാക്സ് ലോസസ്, അല്ലെങ്കിൽ ടാക്സ് ക്രെഡിറ്റ്സ്, അൺയൂസ്ഡ് ടാക്സ് ക്രെഡിറ്റ്സ് നമുക്ക് ഭാവിയിലെ ലാഭത്തിൽ നിന്ന് കുറയ്ക്കാനായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഈ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസിന് ഒരു ഉദാഹരണം പറയാമോ? വാറന്റി പ്രൊവിഷന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അതെ, അത് നല്ലൊരു ഉദാഹരണമാണ്. ഒരു കമ്പനി പ്രോഡക്ട്സ് വിൽക്കുന്നു, അതിന് വാറന്റിയും കൊടുക്കുന്നുണ്ട്. വർഷാവസാനം അടുത്ത കൊല്ലം വരാൻ സാധ്യതയുള്ള വാറന്റി ക്ലെയിമുകൾക്ക് വേണ്ടി അവരൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഒരു പ്രൊവിഷനായിട്ട് ബുക്സിൽ കാണിക്കും, ലയബിലിറ്റി സൈഡിൽ. ഇത് ഈ വർഷത്തെ അക്കൗണ്ടിംഗ് ലാഭം കുറയ്ക്കും. പക്ഷേ മിക്ക ടാക്സ് നിയമങ്ങളും പറയുന്നത് ഈ ഒരു എസ്റ്റിമേറ്റഡ് ചെലവ് അപ്പോൾ തന്നെ ടാക്സിന് കുറയ്ക്കാൻ പറ്റില്ല എന്നാണ്. എപ്പോഴാണോ ആ ക്ലെയിം വരുന്നത്, കമ്പനി ക്യാഷ് കൊടുക്കുന്നത്, അപ്പോഴേ ടാക്സിൽ ഡിഡക്ഷൻ കിട്ടും. അപ്പോ വർഷാവസാനം SFPയിൽ ഈ വാറന്റി പ്രൊവിഷന് ഒരു ക്യാരിയിങ് എമൗണ്ട് ഉണ്ടാകും, ലയബിലിറ്റി. പക്ഷേ ടാക്സ് ബേസ് 0 കാരണം ടാക്സിന് ഇതുവരെ ഡിഡക്ഷൻ കിട്ടിയിട്ടില്ല. അതെ, ഇവിടെ ലയബിലിറ്റിയുടെ TB ആണ്. ഇതൊരു DTA ആണ്. കാരണം ഭാവിയിൽ ഈ ക്ലെയിംസ് പേ ചെയ്യുമ്പോൾ അന്ന് അത് ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അത് ഭാവിയിലെ ടാക്സ് കുറയ്ക്കും. അതെ, ഈ ഭാവിയിലെ ടാക്സ് ബെനിഫിറ്റ് കാരണം ഒരു DTA ഉണ്ടാകുന്നു. അപ്പോ ഈ വാറന്റിയുടെ കേസിൽ നമ്മൾ എക്സ്പെൻസ് ഇപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യുന്നു, പക്ഷേ ടാക്സ് ബെനിഫിറ്റ് ഭാവിയിലേക്ക് കിട്ടും. അതുകൊണ്ടതൊരു തരം അഡ്വാൻസ് ടാക്സ് ബെനിഫിറ്റായിട്ട് DTA കാണിക്കുന്നു എന്ന് പറയാമോ? ഒരു തരത്തിൽ അങ്ങനെ ചിന്തിക്കാം. ആശയം കിട്ടാൻ വേണ്ടി ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഒരു ടാക്സ് സേവിങ്ങിനെ നമ്മൾ മുൻകൂട്ടി ഒരു അസറ്റായിട്ട് കാണിക്കുന്നു. പക്ഷേ ഇവിടെയാണ് DTAയുടെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു കണ്ടീഷൻ വരുന്നത്. അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ DTA റെക്കോർഡ് ചെയ്യാൻ ഭാവിയിലെ ലാഭത്തിന്റെ പ്രോബബിലിറ്റി നോക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. DTL പോലെ അത്ര ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അല്ലേ? ഇതൊരു പ്രധാന ചോദ്യം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണത്. DTLന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു മിക്കവാറും എല്ലാ TTDക്കും DTL റെക്കോർഡ് ചെയ്യണമെന്ന്. പക്ഷെ DTA അങ്ങനെയല്ല. ഒരു DTA റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് DTD കാരണമോ ടാക്സ് ലോസ് കാരണമോ ആകട്ടെ, ആ DTA വഴി കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് ആ ഡിഡക്ഷനോ ലോസോ യൂട്ടിലൈസ് ചെയ്യാൻ ആവശ്യത്തിന് ടാക്സബിൾ പ്രോഫിറ്റ് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രോബബിൾ എന്ന് കമ്പനിക്ക് ഒരു റീസണബിൾ അഷ്വറൻസ് വേണം. അസറ്റ് അല്ലേ? അപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റണം. അതെന്നെ, അതൊരു അസറ്റാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടണം. ഇവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടാക്സ് ലാഭിക്കലാണ്. അത് കിട്ടുമെന്നൊരു സാധ്യതയെങ്കിലും വേണ്ടേ? ഒരു കമ്പനി തുടർച്ചയായി നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ലാഭമുണ്ടാകാൻ സാധ്യത തീരെ കുറവാണെങ്കിൽ അവർക്ക് DTA റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ഡൗൺ ചെയ്യേണ്ടി വരും. ടാക്സ് ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴും ഇതുതന്നെയാണോ? അതെ, ടാക്സ് ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ DTA ഉണ്ടാകാം. പക്ഷെ ആ ലോസ് ഭാവിയിലെ ലാഭത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് സാധ്യതയുണ്ടെങ്കിലേ, റിക്കവറബിൾ ആണെങ്കിലേ DTA റെക്കോർഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ വെറുതെ ഒരു അസറ്റ് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കുന്നു. ഓക്കെ, വ്യക്തമായി. ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലേ DTA റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ശരി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാലോ? എന്താണ് ഇതിലെ കീ ടേക്ക് അവേസ്? തീർച്ചയായും. അപ്പോൾ IAS 12 അനുസരിച്ച് 2 പ്രധാന ടാക്സ് കമ്പോണൻസ് ഉണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. ഒന്ന് കറന്റ് ടാക്സ്. ഇത് ആ വർഷത്തെ ടാക്സ് നിയമം വെച്ചുള്ള ലാഭത്തിന്മേലുള്ള ടാക്സ്. കഴിഞ്ഞ വർഷത്തെ വല്ല അണ്ടർ ഓവർ പ്രൊവിഷനും ഉണ്ടെങ്കിൽ അതും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് സാധാരണയായി SSPയിൽ ഒരു കറന്റ് ലയബിലിറ്റി ആയിട്ടും അതിന്റെ ചാർജ് PLലും വരും. ടാക്സ് ഒന്നുകിൽ ഒരു ലയബിലിറ്റി ആകാം DTL, അല്ലെങ്കിൽ ഒരു അസറ്റ് ആകാം DTA. DTL വരുന്നത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൽ TTDs നിന്നാണ്. സാധാരണയായി അസറ്റിന്റെ CATB അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ CATB. മിക്കവാറും എല്ലാ TTDക്കും DTL കാണിക്കണം. അതേസമയം DTA വരുന്നത് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസിൽ നിന്നാണ്. DTDs സാധാരണയായി അസറ്റിന്റെ CATB, ലയബിലിറ്റിയുടെ CATB, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ടാക്സ് ലോസിൽ നിന്നും. പക്ഷേ ഏറ്റവും പ്രധാനം, ഇത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഭാവിയിൽ ഇത് ഉപയോഗിക്കാൻ ആവശ്യത്തിന് ലാഭമുണ്ടാകാൻ പ്രോബബിൾ ആയിരിക്കണം.
ഓക്കെ. ഈ ഡെഫേർഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ സ്റ്റെപ്പുകൾ ചുരുക്കി പറഞ്ഞാൽ 1. ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ടെമ്പററി ഡിഫറൻസസ്, കണ്ടുപിടിക്കുക. 2. അത് TTD ആണോ DTL വരുമോ അതോ DTD ആണോ DTA വരുമോ എന്ന് നോക്കുക. 3. ഭാവിയിലെ ടാക്സ് റേറ്റ് വെച്ച് DTLോ DTAയോ കാൽക്കുലേറ്റ് ചെയ്യുക. DTAയ്ക്ക് ആ പ്രോബബിലിറ്റി ടെസ്റ്റ് ഓർക്കുക. 4. എല്ലാ വർഷവും ഈ ഡെഫേർഡ് ടാക്സ് ബാലൻസിൽ വരുന്ന മാറ്റം PLO അല്ലെങ്കിൽ OCIയിലോ ഏതാണോ അതിന്റെ കാരണം അതിനനുസരിച്ച് റെക്കോർഡ് ചെയ്യുക. റീവാലുവേഷൻ ആണെങ്കിൽ OCIയിൽ. അതെ, സാധാരണ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ PLL. ഇതിന്റെ എല്ലാം ആകെത്തുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ലാഭവും അസറ്റ്സും ലയബിലിറ്റീസും അതുമായി ബന്ധപ്പെട്ട എല്ലാ ടാക്സ് എഫക്ട്സും, ഇപ്പോഴത്തേതും ഭാവിയിലേതും, അതിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ്. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിന്റെയും പൊസിഷന്റെയും ഒരു കംപ്ലീറ്റ് ചിത്രം നൽകുന്നു. വളരെ നന്നായി വിശദീകരിച്ചു. ഈ അക്കൗണ്ടിങ്ങിലെ മാച്ചിംഗ് പ്രിൻസിപ്പിളിലെ റവന്യൂവും അതിന് കാരണമായ എക്സ്പെൻസും ഒരേ പീരീഡിൽ മാച്ച് ചെയ്യുക എന്നത്, അത് ടാക്സിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കൃത്യമായി നടപ്പാക്കാൻ IAS 12 സഹായിക്കുന്നുവെന്ന് പറയാം. ഈ ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയം ഇത്ര ക്ലിയറാക്കി തന്നതിന് വളരെ നന്ദി. എന്റെ സന്തോഷം. ഓർക്കേണ്ട കാര്യം, ഇതിന്റെ എല്ലാം ഫൈനൽ എയിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വാളിറ്റിയും അതുപയോഗിക്കുന്നവർക്ക് കൃത്യമായ വിവരം കൊടുക്കുക എന്നുള്ളതുമാണ്. ഒരു കമ്പനിയെ അനലൈസ് ചെയ്യുന്ന ആർക്കും ഈ കറന്റ് ടാക്സ്, ഡിഫേർഡ് ടാക്സ് എലമെന്റ്സിനെക്കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കണം. തീർച്ചയായും. കേൾക്കുന്നവർക്കായി ഒരു ചിന്ത കൂടി പങ്കുവച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ കണ്ടു, ഈ ഡെഫേർഡ് ടാക്സ് കാൽക്കുലേഷൻസ് ഒക്കെ ഭാവിയിലെ ലാഭം, ഭാവിയിലെ ടാക്സ് റേറ്റ്, ഇതിനെയൊക്കെക്കുറിച്ചുള്ള എസ്റ്റിമേറ്റ്സിനെയും അസംഷൻസിനെയും ആശ്രയിച്ചാണിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തിന്റെ എക്കോണമിയിൽ വലിയ അനിശ്ചിതത്വം വരുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് ടാക്സ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഉദാഹരണത്തിന് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ, അത് കമ്പനികൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത DTAയെയും DTLനെയും എങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ മാറ്റങ്ങൾ അവരുടെ റിപ്പോർട്ടഡ് പ്രോഫിറ്റിനെയും ഫിനാൻഷ്യൽ ഹെൽത്തിനെയും എങ്ങനെ സ്വാധീനിക്കും? നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ടുകളിൽ ഇത്തരം അൺസർട്ടനിറ്റികളെക്കുറിച്ചും അസംഷൻസിനെക്കുറിച്ചുമൊക്കെ എന്ത് ഡിസ്ക്ലോഷറുകളാണ് കൊടുക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്.